3-ാം തീയതി. തോബിയാസ് മാലാഖയെ ഒരു മനുഷ്യനെന്ന് കരുതി അദ്ദേഹത്തെ തൻ്റെ അടുക്കൽ വിളിച്ചു. സഹോദരനായ അസറിയായെ, നീ എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് അയാളോട് പറഞ്ഞു. തോബിയാസ് 9:1. ധ്യാനം. ബാലനായ ചെറിയ തോബിയാസ് തനിക്ക് പ്രത്യക്ഷനായ ആൾ ഒരു മാലാഖ എന്നല്ല, ഒരു മനുഷ്യനാണ് എന്നത്ര വിചാരിച്ചത്. അതിനാൽ സഹോദരൻ എന്നുള്ള വാത്സല്യ നാമത്താൽ അയാളെ വിളിച്ചുകൊണ്ട്, സഹോദരനായ അസറിയായെ, ഞാൻ പറയാൻ പോകുന്ന വാക്കുകളെ ദയാപൂർവം ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു. സാക്ഷാൽ ദൈവം അങ്ങേ ദയാധിക്യത്താൽ നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന മാലാഖ നമ്മുടെ കാവൽക്കാരനും കൂട്ടുകാരനും മാത്രമല്ല, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സഹോദരൻ കൂടെയാകുന്നു. എന്തുകൊണ്ടെന്നാൽ സത്യമായിട്ട് നമുക്കും മാലാഖമാർക്കും ഒരേ പിതാവും ഒരേ അവകാശവും ഉണ്ടായിരുന്നു. തന്നെ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ടാടുന്നതിനായി ഉഷകാല നക്ഷത്രങ്ങളായ ദൂതന്മാരെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം തന്നെയാകുന്നു എന്നെയും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്. അവരെ തൻ്റെ ദൈവിക സ്വഭാവത്തിൻ്റെ അംശമായ ഇഷ്ടപ്രസാദവരത്താൽ അലങ്കരിച്ച ആ സകല നന്മ സ്വരൂപി തന്നെയാണ് എന്നെയും വരപ്രസാദങ്ങളാൽ അലങ്കരിപ്പാൻ തിരുമനസ്സായത്. അവരെ നിർമ്മിക്കയിൽ അവിടുന്ന് കരുതിയ ഉദ്ദേശം തന്നെയാണ് എന്നെ സൃഷ്ടിച്ചപ്പോഴും അവിടുന്ന് കരുതിയത്. മനുഷ്യനെ നിത്യകാലത്തേക്കും ഭാഗ്യവാനാക്കി തീർക്കുവാൻ കഴിയുന്നതും ഇപ്പോൾ വാനാരൂപികൾ അനുഭവിച്ചു വരുന്നതുമായ ദൈവത്തിൻ്റെ ആനന്ദ ദർശനം തന്നെയാണ് എന്ന് എനിക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാലാഖ എനിക്ക് സ്വാഭാവികമായി സഹോദരനല്ലെങ്കിലും വരപ്രസാദം മൂലം എനിക്ക് സഹോദരനാകുന്നു. എന്നാൽ ഒരു വേള തന്നെ എൻ്റെ സഹോദരനെന്ന് വിളിക്കുന്നതിനെപ്പറ്റി മാലാഖയ്ക്ക് വല്ല നീരസവും തോന്നിയേക്കുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇത്ര നന്മനസ്സോടെയും ഇടിവാൾ മിന്നുന്നത് പോലെയുള്ള നിമിഷതയിലും എൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവകൽപ്പന പ്രകാരം ബന്ധപ്പെട്ട് ഓടിവരികിൽ എന്നെ തൻ്റെ സഹോദരനെ പോലെ കരുതുവാൻ അങ്ങേക്ക് വിരസം തോന്നുന്നതെങ്ങനെ? ഹാ ക്രിസ്ത്യാനിയായ സഹോദര, നിന്റെ ഭാഗ്യം എപ്രകാരമുള്ളതാകുന്നുവെന്ന് നോക്കുക. യാതൊരു മനുഷ്യന് ഇല്ലാത്തതും യാതൊരു മനുഷ്യബോധങ്ങളിൽ അടങ്ങാത്തതും യാതൊരു മനുഷ്യനാവാൽ പറഞ്ഞറിയിപ്പാൻ പറ്റാത്തതുമായ ഇത്ര വലിയ മഹിമയുള്ള ഒരു മോക്ഷാരൂപി നിന്റെ സഹോദരനാകുന്നു. ഹാ സ്വർഗീയ സഹോദരൻ, നിന്റെ മേൽ വെച്ചിരിക്കുന്ന സ്നേഹം എപ്രകാരമുള്ളതാണ്! നിന്റെ ആത്മത്തിൻ്റെയും ശരീരത്തിൻ്റെയും പ്രയോജനത്തിനായി ശ്രമിക്കണമെന്നല്ലാതെ മറ്റു യാതൊരു വിചാരവും തനിക്കില്ല. നിനക്ക് ഉപകാരം ചെയ്യുവാൻ തക്ക യാതൊരു അവസരത്തെയും താൻ വിട്ടുകളയുകയുമില്ല. നിനക്ക് നേരിടുന്ന ഏതൊരു അപകടത്തിലും നിന്നെ കൈവിടുകയുമില്ല. എന്തെന്നാൽ സഹോദരന്മാർ പരസ്പരം സ്നേഹിക്കുകയും അന്യോന്യ സംഭാഷണത്തിൽ ആനന്ദിക്കുകയും ചെയ്യുമല്ലോ. അപ്പോഴോ നിന്റെ സ്വർഗീയ സഹോദരനായ ഈ പരിശുദ്ധ മാലാഖയെ നീ സ്നേഹിക്കുന്നുണ്ടോ? അങ്ങയോട് നീ സംഭാഷിക്കുന്നുണ്ടോ? അങ്ങേ മധുരമേറിയ സ്വരത്തെ നീ ചെവികൊള്ളുന്നുണ്ടോ? അങ്ങേ സഹവാസത്തെ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ, നിന്റെ ഹൃദയം അങ്ങേ നേരെ ഉറച്ച വെള്ളം പോലെ തണുത്തതായിത്തീരുന്നു. നീ ഏകാന്തനായിത്തീരുന്നു. നിന്റെ മാലാഖയോടുകൂടെ ജ്ഞാനസംഭാഷണം ചെയ്യുന്നതിനും തൻ്റെ ഇമ്പമേറിയ സ്വരങ്ങളെ ശ്രവിക്കുന്നതിനും പകരം ഓരോ വിനോദകഥകൾ പറയുന്നതിലും കേൾക്കുന്നതിലും കാമാതുരന്മാരെ പോലെ ദ്വയാർത്ഥമുള്ളതും ലജ്ജിക്കത്തക്കതുമായ ചീത്തവാക്കുകൾ പറയുന്നതിലും ഉപവിക്ക് വിരോധമായി അയൽക്കാരനെ കൊണ്ട് ഓരോ ദൂഷണങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഏഷണികളും പറഞ്ഞു നടക്കുന്നതിലും ദിവസം മുഴുവനും ചിലപ്പോൾ രാത്രി മുഴുവനും കൂടി നീ ചിലവഴിക്കുന്നില്ലയോ? ഹാ, നിന്റെ ബലവാനായ മാലാഖ നിന്റെ നേരെ കാണിക്കുന്ന ഇത്ര മഹാസ്നേഹത്തിന് പകരമായി നീ അങ്ങേ നേരെ കാണിക്കുന്ന പ്രതിനന്ദി ഇതാകുന്നുവോ? ആകയാൽ നീ ലജ്ജിച്ച് മാനസ്താപപ്പെട്ട് മേലിൽ നിന്നെ അത്യന്തം സ്നേഹിക്കുന്ന ഈ പരിശുദ്ധ ദൂതനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുകയും നിന്റെ ഗുണമാത്രം ഇച്ഛിക്കുന്ന ഈ വാത്സല്യ സഹോദരൻ്റെ സ്വരത്തെ ശ്രദ്ധയോടെ കേൾക്കുകയും അങ്ങയ്ക്ക് പൂർണ്ണമായി കീഴ്വഴങ്ങുകയും അങ്ങയോട് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് സ്ഥിരമായി പ്രതിജ്ഞയെടുക്കുക. ഇപ്രകാരം നീ ചെയ്താൽ നിന്റെ മാലാഖ എത്രയോ നല്ല ഒരു സഹോദരനാകുന്നു എന്ന് നീ അനുഭവം കൊണ്ട് അറിയുകയും ചെയ്യും. ദൃഷ്ടാന്തം: മാലാഖ സാക്ഷാൽ ഒരു സഹോദരനെ പോലെ തൻ്റെ ആശ്രിതനെ സ്നേഹിക്കുന്നു എന്നുള്ള ഈ സത്യം കോൺസ്റ്റാന്റിനോപ്പിൾക്കാരനായ ഫാൽക്ക എന്നു പേരുള്ള യുവാവിന് സംഭവിച്ച വൃത്താന്തത്തിൽ നിന്നും തെളിവാകുന്നു.
ഈ യുവാവ് തൻ്റെ മാലാഖയെ അത്യന്തം സ്നേഹിച്ചിരുന്നതിനാൽ താൻ ഒരിക്കലും എത്രയും ലഘുവായൊരു അസത്യം പോലും പറയുകയില്ല എന്ന് മാലാഖയെക്കുറിച്ച് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം തൻ്റെ സമന്മാരിൽ ഒരുവനുമായി ഒരു ശണ്ഠയുണ്ടാകുകയും തൻ്റെ എതിരാളിയെ കൊല്ലുകയും ചെയ്തു. എങ്കിലും കൃത്യം നടന്ന സമയം വേറെ ആരും സാക്ഷിയില്ലാതിരുന്നതിനാൽ അവൻ ഒരു പേടിയും സംശയവുമില്ലാതെ പരസ്യമായി നടന്നിരുന്നു. എന്നുവരികിലും കുറേ നാൾ കഴിഞ്ഞപ്പോൾ എങ്ങനെയോ ആളുകളുടെ ഇടയിൽ അവനെക്കുറിച്ച് സംസാരമുണ്ടായതിനാൽ സർക്കാർ അധികാരികൾ അവനെ പിടിച്ച് കാരാഗൃഹത്തിലാക്കി. പിന്നീട് അവനെ കച്ചേരിയിൽ വിസ്താരത്തിന് കൊണ്ടുവന്ന് നിർത്തി. കൊന്നത് അവൻ തന്നെയാണോ എന്ന് ന്യായാധിപന്മാർ ചോദിച്ചു. അപ്പോൾ ഫാൽക്കോയ്ക്ക് ഒരു വലിയ പരീക്ഷയുടെയും യുദ്ധത്തിൻ്റെയും സമയമായിരുന്നു. എന്തെന്നാൽ ഒരു വശത്ത് മാലാഖയോട് ചെയ്തിട്ടുള്ള സത്യ ഉടമ്പടിയും മറ്റൊരു വശത്ത് നിശ്ചയമായ മരണശിക്ഷയും കണ്ടിരുന്നു. എന്നുവരികിലും സത്യത്തിൻ്റെ സ്നേഹം ജീവൻ്റെ സ്നേഹത്തെ ജയിച്ചു. ഫാൽക്കോ ധൈര്യസമേതം കുറ്റമേറ്റ് പറയുകയും കൊലയ്ക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. അനന്തരം കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെടുകിൽ എൻ്റെ പ്രിയ മാലാഖയോട് തൻ്റെ അന്ത്യനേരത്ത് തന്നെ കൈവിടല്ലേ എന്ന് മഹാ എരിവോടെ പ്രാർത്ഥിച്ചു. കൊലക്കളത്തിലെത്തി സേവകൻ അവനെ വെട്ടാൻ കൈ ഓങ്ങുകിൽ വളരെ സുന്ദരനെങ്കിലും ഏറ്റവും ഭയങ്കര ഭാവത്തോടുകൂടിയ ഒരു ബാലൻ സേവകന് പ്രത്യക്ഷനായി അവൻ്റെ കൈക്ക് പിടിച്ച് ഇവനെ വെട്ടരുത്, അല്ലെങ്കിൽ നീ ചാകുമെന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥൻ വളരെ ഭയപ്പെട്ടു. എങ്കിലും വീണ്ടും 4 പ്രാവശ്യം ഫാൽക്കോയെ വെട്ടുന്നതിന് ഭാവിച്ചു. എന്നുവരികിലും അത് വൃഥ ആയിപ്പോയി. എന്തെന്നാൽ അവൻ്റെ കൈ അനക്കാൻ വയ്യാത്ത വിധം അശേഷം ക്ഷയിച്ചതുപോലെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണ് പരിഭ്രമം കൊണ്ട് അവൻ പിൻവാങ്ങി. ഇതൊന്നും കാണുവാൻ വയ്യാതിരുന്ന ജനങ്ങൾ കുറ്റക്കാരൻ്റെ മേൽ ശിക്ഷാവിധി നടത്താതിരുന്നതിന് ആ ഉദ്യോഗസ്ഥന് വല്ല വഞ്ചനയും പറ്റിയതുകൊണ്ടായിരിക്കാമെന്ന് സംശയിച്ചു. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവൻ്റെ ഒരു സംബന്ധക്കാരൻ ശിപ്പായിയുടെ ജോലി നിവർത്തിക്കുന്നവന് നിലത്തു വീണ വാൾ എടുത്തുകൊണ്ട് കോപാകാന്തനായി ഫാൽക്കോയുടെ നേരെ പാഞ്ഞു ചെന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? ഉടനെ മാലാഖ മുൻപത്തതിനേക്കാൾ ഏറ്റവും അധികമായ ഭയങ്കരമായ ഭാഷയിൽ കാണപ്പെട്ടു. അവൻ്റെ കയ്യിൽ നിന്ന് വാൾ പിടിച്ചു പറിച്ച് അവൻ്റെ ചങ്കിൽ തന്നെ കുത്തിക്കടത്തുമെന്ന് ഭയപ്പെടുത്തി പറഞ്ഞു. തൻ്റെ ആശ്രിതനായ ഫാൽക്കോയ്ക്ക് സത്യത്തെ മറയ്ക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. എങ്കിലും അപ്രകാരം ചെയ്യാതെ തന്നോട് പറഞ്ഞ നേർച്ചയെ വിശ്വസ്തനായി കാത്തതുകൊണ്ട് അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനല്ല എന്ന് മാലാഖ പരസ്യമായി പ്രസംഗിച്ചു. ഇത് കേട്ട് ജനങ്ങളെല്ലാവരും ഫാൽക്കോയുടെ സഹായത്തിനും രക്ഷയ്ക്കുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അവൻ്റെ കാവൽ മാലാഖ തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തുകയും അവനെ മരണശിക്ഷയിൽ നിന്ന് വിടുതലാക്കുകയും ചെയ്തു. ആ യുവാവ് തൻ്റെ ജീവനെ അത്ര അതിശയമാംവിധം കാത്തുരക്ഷിച്ച തൻ്റെ ഏറ്റവും സ്നേഹമുള്ള മാലാഖയുടെ നേരെ മഹാനന്ദിയുള്ളവനായി വീട്ടിൽ പിന്തിരിഞ്ഞെത്തിയിട്ട് ഏറെ താമസിയാതെ ലോകത്തെ ഉപേക്ഷിച്ച് ഒരു സന്യാസ ആശ്രമത്തിൽ ചേരുകയും തൻ്റെ മാലാഖയുടെ പേര് തന്നെ സ്വീകരിച്ച് മാലാഖയെ പോലെ ജീവിക്കുകയും എത്രയും ഭാഗ്യപ്പെട്ട ഒരു മരണം പ്രാപിക്കുകയും ചെയ്തു. ജപം. എൻ്റെ പരിശുദ്ധ മാലാഖയെ ഞാൻ ഏറ്റവും ലജ്ജിക്കുന്നു. അതെന്തേ ഞാൻ ലോകമായങ്ങളെ അത്രയധികമായി സ്നേഹിക്കുകയും അങ്ങയോട് സ്നേഹമില്ലാതിരിക്കുകയും ചെയ്യുന്നത്? അങ്ങയ്ക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒട്ടും കവനിക്കാതെ എൻ്റെ ആശാപാശങ്ങളുടെ ഇഷ്ടം മാത്രം ഞാൻ അന്വേഷിച്ചു. ആ ദൈവം നൽകിയ ദാനം എത്ര വലുതാകുന്നു എന്ന് ഞാൻ ഗ്രഹിക്കുകയും നിന്നോടുകൂടെയുള്ള സംസർഗം ഇത്ര ഇമ്പമുള്ളതാകുന്നുവെന്ന് ഞാൻ രസിച്ചറിയുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇത്ര വലിയ ദൗർഭാഗ്യങ്ങളിലും പാപങ്ങളിലും ഞാൻ ഉൾപ്പെടുകയില്ലായിരുന്നു. എൻ്റെ ദുഷ്ടതയും നന്ദികേടും അത്രേ ഇതിന് കാരണം. ഇതിനാൽ എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരിക്കൽ പോലും ഒരു സ്വല്പ സമയമെങ്കിലും ഒരു സ്വല്പ പ്രയത്നമെങ്കിലും ഞാൻ ചെയ്തിട്ടില്ല. ആകയാൽ എൻ്റെ സ്നേഹമുള്ള ദൈവദൂത, എൻ്റെ കഴിഞ്ഞ ദുഷ്ടതയെക്കുറിച്ച് കണ്ണുനീർ ചിന്തിക്കൊണ്ടും ഹൃദയപൂർവ്വം മനസ്താപപ്പെട്ടുകൊണ്ടും അങ്ങേ മാപ്പ് അപേക്ഷിക്കുകയും മേലിൽ എൻ്റെ സമസ്ത കാര്യങ്ങളും എന്നെ മുഴുവനും അങ്ങേ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും
നിന്റെ സങ്കേതത്തിൽ അഭയം പ്രാപിച്ചു കൊള്ളാമെന്ന് നിശ്ചയിച്ചിരിക്കുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. സുഹൃത്ത് ജപം. എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട സഹോദരനായ മാലാഖയെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ നീ പഠിപ്പിക്കണമേ. എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട സഹോദരനായ മാലാഖയെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ എത്രയും പ്രിയപ്പെട്ട സഹോദരനായ എൻ്റെ മാലാഖയെ നിന്നെ സ്നേഹിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. സൽക്രിയ. നീ എപ്പോഴെങ്കിലും അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നാവുകൊണ്ട് 5 പ്രാവശ്യം നിലത്ത് കുരിശു വരയ്ക്കണം. ആമേൻ.